ഗുഡ് മോർണിംഗ്. രാവിലെ എണീറ്റ് ശരിക്കും 4:30 ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു. അത് ഒത്തിരി ഏർലി ആയതുകൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്തു. ഇനിയിപ്പോൾ 6:15 ട്രെയിൻ ഉണ്ട്. 6 മണിയായി. ഓടണം റെയിൽവേ സ്റ്റേഷനിലേക്കല്ലേ, കിട്ടില്ല. സീറ്റ് റിസർവ് ചെയ്തിട്ടില്ല, ബുക്ക് ചെയ്യാൻ ഓപ്ഷൻ ഒന്നും കണ്ടില്ല. ഇനി അവിടെ പോയി നോക്കണം എൻ്റെ പരിപാടി. ഇന്നലെ രാത്രിയിൽ സ്നോഫോൾ ഉണ്ടായിരുന്നു തോന്നുന്നത്. സ്നോ ഒക്കെ വീണ് നടക്കുന്നുണ്ടോ? സ്വീഡനിൽ കയറിയപ്പം പോലെ ഒരു എൻറ്റയർലി ഡിഫറെൻ്റ് ഒരു ഭംഗിയാണ് കാണുന്നത്. ഇവിടുത്തെ കെട്ടിടങ്ങളൊക്കെ ആണെങ്കിലും ഇവിടുത്തെ നീറ്റ്നെസ്, ഇവിടുത്തെ കൾച്ചറൊക്കെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. സോ ഐം ജസ്റ്റ് വാക്കിംഗ് ടു റെയിൽവേ സ്റ്റേഷൻ. ഒരു 500 മീറ്റേഴ്സ് നടക്കാനുണ്ട്. ബെസ്റ്റ്. നല്ല സ്നോ വീണ് നടക്കുക. ഇന്നലെ രാത്രി വീണതാ. റോഡ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള നടക്കാനുള്ളത് ഇവിടെ ക്ലിയർ ചെയ്തിട്ടില്ല. ഇപ്പുറത്തെ ഭാഗത്താണ് അവർ ക്ലിയർ ചെയ്തിരിക്കുന്നത്. ഇന്നലെ രാത്രി സ്നോഫോൾ ഉണ്ടായിരുന്നല്ലേ. ഓ എൻ്റെ പൊന്നു. ഞാനിപ്പോൾ ആക്ച്വലി ഇവിടുന്ന് സ്റ്റോക്ക്ഹോമിലേക്കാണ് പോകുന്നത്, സ്വീഡൻ്റെ ക്യാപിറ്റൽ. ഇവിടുന്ന് ഒരു 6 മണിക്കൂർ യാത്രയുണ്ട്. ഫാസ്റ്റ് ട്രെയിനിൽ തന്നെ 6 മണിക്കൂർ യാത്രയുണ്ട്. മുമ്പപ്പെട്ട് ഏത് വഴിയാണ് പോവാ? ഇത് സ്നോ ഒന്നും ക്ലിയർ ചെയ്തിട്ടില്ലല്ലോ. നടക്കാനുള്ള വഴി പോലും ഇല്ലെന്ന് ദൈവമേ. രാവിലെ തണുപ്പത്ത് അതായത് ഈ സ്നോ അടക്കുന്നതുകൊണ്ട് ഒന്നും കൂടെ തണുപ്പ് ഫീൽ ചെയ്യും. അതാണ് ഈ വണ്ടിയുടെ മേളിലെല്ലാം സ്നോ വീണ് നടക്കുന്നുണ്ട്. നോക്കി പൊളി. ഇതിലിവിടെ കാരണ്ടൊക്കെ നടന്നു പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനും നടന്നു പോകുന്നത്. ഓ, ഷൂ ഒക്കെ കുഴിഞ്ഞാണ് പോകുന്നത്. നോക്കി അതുപോലെ വീണിട്ടുണ്ട് കേട്ടോ. ഇത്രയും വീണോ? ഷോ, ഞാൻ അറിഞ്ഞില്ലല്ലോ. ഞാൻ നല്ല സുഖമായിട്ട് ഉറങ്ങി കേട്ടോ. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. ഇവിടുത്തെ ഉമിയ, ഒരു കുഞ്ഞ് സ്മോൾ ക്യൂട്ട് റെയിൽവേ സ്റ്റേഷൻ ബിൽഡിംഗ്. ഇവിടെ ടിക്കറ്റ് എടുക്കാനുള്ള സ്ഥലമൊന്നും കാണുന്നില്ല. ഇനിയിപ്പോൾ ട്രെയിനിൽ കയറി എടുക്കേണ്ടി വരും, കാരണം എനിക്ക് സീറ്റ് റിസർവേഷൻ കിട്ടിയിട്ടില്ല. ഇത് സെക്കൻഡ് പ്ലാറ്റ്ഫോമിൽ നിന്നാണെന്ന് തോന്നുന്നു. ഇവിടെ ഇങ്ങനൊരു വഴി ഉണ്ടായിരുന്നല്ലേ. അത് ശരി, ഓക്കെ, വെരി ഗുഡ്. ഇത് കണ്ടില്ലേ, ഇതൊക്കെ വീടുകളാണേ കാണുന്നതൊക്കെ. ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്ക് സൈഡ്. ട്രെയിനിൻ്റെ മേളിലൊക്കെ ഇത് സ്നോ വീണ് നടക്കുന്നത്. എനിക്ക് കാർ നമ്പർ 3 പോയിട്ട് ഇവിടുത്തെ ട്രെയിൻ മാനേജറെ പോയി കാണണം. മോനെ, ഇത് ലോട്ടറി. ഞാനവിടെ ട്രെയിൻ അറ്റൻഡറോട് സംസാരിച്ചപ്പോൾ എന്നോട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. ഇത് മറ്റേ ഡിസേബിൾഡ് സീറ്റാണ്, അപ്പോൾ ഇത് ഫ്രീ ആണ്, ഇവിടെ ഇരുന്നോളാൻ പറഞ്ഞു. അത് കിടക്കി കേട്ടോ. ഇതല്ലേ ഇപ്പം മഞ്ഞ സ്നോ വീണ് നടക്കുക കണ്ടില്ലേ. സെറ്റപ്പ് ആട്ടോ ഇവിടുത്തെ ട്രെയിനൊക്കെ. ഇതല്ലേ, ഇത് കിട്ടലും ട്രെയിനല്ലേ. ഓക്കെ, ഇതൊക്കെ ഈ വീൽ ചെയർ പാസഞ്ചേഴ്സിന് വേണ്ടിയുള്ളതാണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ ഇവിടുത്തെ മിഡിൽ ഏരിയ ഉണ്ടോ, ഇതൊക്കെ ബാഗ് വെക്കാനുള്ള സ്ഥലം. ഇതിൻ്റെയൊക്കെ ഇൻറ്റീരിയർ നോക്ക്, എന്ത് അടിപൊളിയല്ലേ. ഇതെന്താ സംബന്ധം അറിയോ? ഇത് വീൽ ചെയർ കൊണ്ടുവന്ന് ഇതിൽ കയറ്റിയിട്ട് ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലിഫ്റ്റ് ആവും, ഇത് പൊങ്ങും. ഇത് പൊങ്ങിയിട്ട് വീൽ ചെയർ അങ്ങോട്ട് കൊണ്ടുപോകും. അതിന് വേണ്ടിയുള്ള സെറ്റപ്പാണ്. കാരണം ട്രെയിനിൻ്റെ ഡിസൈൻ അങ്ങനെയാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇത് കൊള്ളാം. ഞാനിവിടെ ഫുള്ള് മഞ്ഞൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് നേരം വെളുത്തത്. സമയം ഇപ്പോൾ 8 മണിയായി. ഫുള്ള് സ്നോ ആണ്. അതായത് ഇതുവരെ ഒരു സ്ഥലം സ്നോ ഇല്ലാതെ കണ്ടില്ല. രാവിലെയൊക്കെ ഭയങ്കര മഴയായിരുന്നു. ഒരു സ്ഥലം ഇതുവരെ സ്നോ ഇല്ലാതെ കണ്ടില്ല. അപ്പുറത്തൊരു കുഞ്ഞാവ് ഉണ്ട്, ഒരു ഫാമിലി ഉണ്ട്. കുഞ്ഞാവ് ഇത്ര നേരം എന്നോട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ബലൂണൊക്കെ ഉണ്ട് അവനിൽ, അവനോട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കണ്ടില്ലേ, എവിടെ നോക്കിയാലും സ്നോ ആണ്. മൊത്തത്തിൽ എന്തോരം മഞ്ഞാന്ന് പറയും. ഈ രാജ്യം മൊത്തം സ്നോ വീണ് നടക്കാൻ തോന്നും. കുറേ സ്വീഡിഷ് ബ്രാൻഡുകളുണ്ട് കേട്ടോ. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡുകൾ ഇഷ്ടം പോലെ ഉണ്ട്. സ്വീഡൻ ഈ കുറേ ബ്രാൻഡ്സിന് ഫേമസ് ആയിട്ടുള്ള രാജ്യമാണ്. എൻ്റെ ഇതിന് മുമ്പ് ഞാൻ വാങ്ങിച്ച ആദ്യം ഞാൻ യൂസ് ചെയ്ത പച്ച ബാക്ക് പാക്കില്ലേ, അത് ഫീൽറാവിൻ്റെ ബാക്ക് പാക്കായിരുന്നു. അത് സ്വീഡിഷ് ബ്രാൻഡാണ് ഫീൽറാവൻ. അവിടെ എല്ലാവരുടെയും ഫീൽറാവിൻ്റെ ബാഗ് കാണാം. ഞങ്ങളിപ്പോൾ സുൻസ്വാൾ എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ കൊണ്ട് ട്രെയിൻ നിർത്തിയപ്പോൾ 1 അരമണിക്കൂറായി ഇവിടെ നിർത്തിയിട്ടിരിക്കുകയാണ്. എന്തോ അനൗൺസ്മെൻ്റ് ഒക്കെ വരുന്നുണ്ടല്ലോ. ഇനി വേറെ വല്ലതുണ്ടോ? ഇത് പണി പാളിയിട്ടുണ്ട് കേട്ടോ. അതായത്
മറ്റ് സംഭവം പോലെ ഇവിടെ മുമ്പിൽ മുന്നിൽ ട്രാക്കിലെന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഇവിടെ ഇറങ്ങണം. സ്റ്റോക്ക്ഹോം പോകുന്ന ബുള്ളറ്റ് ട്രെയിനാണ്. ഇവരെന്തോ ബസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 1 മണിക്കൂർ യാത്ര ചെയ്തിട്ട് വേറെ ഏതോ സ്ഥലത്ത് പോയിട്ട് അവിടെ നിന്ന് വേറെ ട്രെയിനിൽ കയറ്റി വിടുമെന്നോ എന്തോ പറയുന്നുണ്ട്. ഇംഗ്ലീഷിൽ അനൗൺസ്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ട് അപ്പുറത്തിരുന്ന ഫാമിലിയാണ് എന്നോട് പറഞ്ഞത്. ഞാനിവിടെ എനിക്ക് പണിയുണ്ടായിരുന്നു, എൻ്റെ വർക്കും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തൊക്കെ പരിപാടികളാണ്. ഇതിപ്പോൾ യൂറോപ്പിൽ സ്ഥിരം പരിപാടിയാണെന്ന് തോന്നുന്നത്. എന്താ അവസ്ഥയാ? ഇവിടെ ഇതിനകത്ത് ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇവിടെ നിന്ന് ഞാനൊരു രാവിലെ ഒരു ബൊറീറ്റോ റോള് വാങ്ങിച്ചു. പിന്നെ ചായയും കാപ്പിയും സംഭവമൊക്കെ കിട്ടും. എല്ലാവരും ഇപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യുക, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ. എന്നൊക്കെ അവസ്ഥയാണെന്ന് എനിക്ക്. ഓരോ നാട്ടിലെ അവിടെ ഞാൻ റോള് വാങ്ങിച്ചു. അപ്പോൾ ചായയും കാപ്പിയും ചോദിച്ചപ്പോഴത്തേക്കിനും ചായയും കാപ്പിയൊക്കെ ഫ്രീ ആണ്, എത്ര മണി എടുത്ത് കുടിച്ചു കുഴപ്പമില്ലാന്ന്. ചായയും കാപ്പിയൊക്കെ ട്രെയിനിൽ ഫ്രീ ആണെന്ന്. അടിപൊളി സംഭവം, പൊളിയല്ലേ? എന്നാലും ഈ ട്രെയിൻ ഒരു 100-500 പേരുണ്ടാവില്ലേ? ഇവരെത്ര ആൾക്ക് എങ്ങനെ ബസ് അറേഞ്ച് ചെയ്യും? എനിക്ക് തോന്നുന്നില്ല കേട്ടോ ബസ് അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന്. അറേഞ്ച് ചെയ്യുമോ? ഒരൈഡിയ ഇല്ലാണ്ടോ സംഭവിക്കാൻ പോകുന്നത്. അപ്പുറത്തൊരു ഗുഡ്സ് ട്രെയിനോ എന്തോ സാധനം കൊണ്ടുപോകുന്നില്ല അങ്ങോട്ട്. ഇതെന്തോ പരിപാടി മനസ്സിലാവില്ലേ? അതുകൊണ്ട് നിർത്തുവാണോ? തുറക്കും. നമുക്കൊന്ന് പുറത്തിറങ്ങി നിൽക്കാം. അല്ലാണ്ടിപ്പോൾ എന്നാ ചെയ്യാ? ഇത് വലിയ ട്രെയിനാട്ടോ. ഞാനിപ്പോൾ ഈ ട്രെയിനിൻ്റെ വലിപ്പം കാണുന്നത് എനിക്ക് അടിപൊളി. ഇത് വലിയ ട്രെയിനാണേ. ഇത് ഈ ട്രെയിൻ ഇവിടെ വന്ന് കിടക്കാൻ എത്ര നേരമെന്നറിയോ? അതായത് ഇതൊരു സൈഡിൽ മാത്രമേ ഇപ്പോൾ ഇത് ചെറിയ സ്റ്റേഷനാണോ ഇത് സുൺസോൾ എന്ന് പറയുന്നത്? പക്ഷേ ഇതിവിടുത്തെ ഒരു വലിയ ടൗണാണേ. ഇവിടെ അടഞ്ഞു ദൈവമേ പോവില്ലല്ലോ, പോകത്തില്ലായിരിക്കും. അപ്പോൾ ഇതിപ്പോൾ എത്ര നേരം എന്നറിയോ ഇവിടെ വന്ന് കിടക്കാൻ തുടങ്ങിയിട്ട്. ഇതെന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ഇവിടെ വേറെ ട്രെയിനൊന്നും വരുന്നുമില്ല. ബിസ്ട്രോ മൊത്തം ഇതാണ് പ്രശ്നം. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഇവരുടെ ഭാഷയിലായിരിക്കും കാണിക്കുന്നത്. ഇല്ലയെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാണിക്കും. അതുകൊണ്ടോ ക്യാൻസൽഡ് എന്നോ എന്തൊക്കെയോ പറഞ്ഞ് എഴുതി കാണിക്കുന്നുണ്ട്. ഇംഗ്ലീഷൊന്നും ഇല്ല, അതാണ് പ്രശ്നം. അപ്പുറത്തുനിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് ട്രെയിൻ വരുന്നുണ്ട്, അങ്ങോട്ട് തിരിച്ചും പോകുന്നുണ്ട്. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു, അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് അങ്ങോട്ട് തിരിച്ചും പോകുന്നുണ്ട്. ആക്ച്വലി നമുക്ക് പോകേണ്ട ഭാഗത്തേക്കാണ് പ്രശ്നം. ഇത് നമ്മൾ സ്വിറ്റ്സർലാൻഡിൽ സംഭവിച്ച സെയിം കാര്യമാണ്. ഇത് കണ്ടില്ലേ, റെയിൽവേ ട്രാക്കിലൊക്കെ വെള്ളമല്ല ഐസായി കിടക്കുന്നത് കണ്ടോ സംഭവങ്ങളൊക്കെ. റെയിൽവേ ട്രാക്കൊക്കെ ഫുള്ള് വെള്ളം വീണ് ഐസായി കിടക്കുകയാണ്. അവിടെ ഒരു ലെവൽ ക്രോസ് ഉണ്ട്, അത് അടയ്ക്കുമായിരുന്നു. അത് അടയ്ക്കാൻ വേണ്ടി അതാണ് ഈ മണിയടി കേൾക്കുന്നതല്ലേ. എന്നൊക്കെ പരിപാടിയാണെന്ന് എനിക്ക് സിഗ്നൽ കിട്ടുന്നില്ല. ഈ കാണുന്നതാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ ബിൽഡിംഗ്. സുൺസ്വാൾ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ ബിൽഡിംഗ്. അടിപൊളി. ആ ട്രെയിനിന് സിഗ്നൽ കിട്ടി. ആ ട്രെയിൻ ഇപ്പോൾ മുന്നോട്ട് ഇവിടുത്തെ ലോക്കൽ ട്രെയിനാണോ അതിൽ എഴുതിയിരിക്കുന്നുണ്ടല്ലേ 12 മണി സ്റ്റോക്ക്ഹോം എന്നുള്ളത് ക്യാൻസൽഡെന്നോ അങ്ങനെ എന്തൊക്കെ പറഞ്ഞാണ് എഴുതിയിരിക്കുന്നത്. എന്തായാലും ഇവിടെ മൊത്തത്തിൽ പെട്ട് തണുപ്പായണ്ട പുറത്താരും ഇല്ലാത്ത, ഇല്ലെങ്കിൽ എല്ലാവരും കൂടെ പുറത്തിറങ്ങി നിൽക്കേണ്ടതാണ്. പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്താ പറയുക, സാധാരണ ട്രെയിൻ നിർത്തി കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ ആളുകൾ പുറത്തിറങ്ങി സേർട്ട് വിളിക്കും. ഇവിടെ അങ്ങനത്തെ കാഴ്ചയൊന്നും കാണുന്നില്ല. നമുക്ക് അകത്ത് കയറിയിരിക്കാം. തുറക്കുമോ? അയ്യോ തുറക്കുന്നില്ല, പണി പാളിയാ. ദൈവമേ, ഡോറ് തുറക്കാൻ പറ്റുന്നില്ല ഗൈസ്. പെട്ട് ഇതെന്താ പ്രശ്നമെന്ന് പോലും മനസ്സിലാവുന്നില്ല. അതായത് റോഡിൽ എൻ്റെ ബാഗ് സാധനങ്ങളെല്ലാം അകത്തിരിക്കുക. തുറക്കാൻ പറ്റുന്നുണ്ടോ? തുറക്കാൻ പറ്റുന്നില്ലല്ലോ. നോട്ട് ഓപ്പൺ. I just came out. Okay. Yeah, I want to go inside. Why? I just came out. I was traveling in this train, yeah. Yes? Yeah. But this train is not going anywhere. Yeah, but like my bag, everything is inside. Oh, okay. Yeah, okay. You know you're gonna take a bus, right? Yes. പുള്ളി തുറന്നു തരാൻ വേണ്ടിയിട്ട് എന്ത് ട്രെയിനിന് കംപ്ലൈൻ്റ് ആണോ അതോ വേറെ എന്തെങ്കിലും പ്രശ്നമാണോ? ഇവിടെ ട്രെയിൻ ഇത് വിച്ഛേദിച്ചു, അതുകൊണ്ടാണ് കേട്ടോ ഇത് തുറക്കായിരുന്നത്. ഇത് ട്രെയിൻ നടന്നുണ്ടായിരുന്നത് രണ്ടും കൂടെ വിച്ഛേദിച്ചു. എന്നാ പരിപാടി എന്ന് ആർക്കറിയാം, എന്തൊക്കെയാണോ സംഭവിക്കുന്നത്. താങ്ക് യു സോ മച്ച്. ട്രെയിനിൽ അത് വൈദ്യുതി എന്താ ബന്ധം വിച്ഛേദിച്ച് അവസാനം പുള്ളി അത് മാനുവലി എനിക്ക് എടുത്തു തരുമായിരുന്നു. ഇവിടെ കണ്ടില്ലേ ചായയും കാപ്പിയൊക്കെ ഫ്രീ കേട്ടോ. അത് എത്ര വേണേൽ എടുത്ത് കുടിക്കാം. ചായയും കാപ്പി സംഭവങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നുണ്ടോ. ആപ്പിളൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, വെള്ളം, ഇതൊക്കെ എടുത്ത് കഴിക്കാൻ തോന്നുന്നു കേട്ടോ. കൊള്ളാം. ചായയും കാപ്പി ആപ്പിളൊക്കെ ഫ്രീ ആയിട്ട് വെച്ചിരിക്കുന്ന ട്രെയിൻ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാനിപ്പോൾ പുറത്തിറങ്ങി പെട്ടുപോയതിന് സത്യം പറഞ്ഞാൽ കേട്ടോ. Ja, hörde ni, tyvärr så har jag ingen mer information. Kanske nu, jag återkommer alldeles strax. എന്താ പറഞ്ഞേ?
അറിയില്ല. എൻ്റെ കൂടെയുള്ള ഫാമിലി അവരും സ്റ്റോക്ക്ഹോമിലേക്കുള്ളതാണ്. അവർ പോകുന്ന കൂട്ടത്തിൽ ഞാനും പോവും, പിന്നല്ല. അതെ, ട്രെയിനിൽ അനൗൺസ്മെൻറ്റ് മുഴങ്ങി. ഭക്ഷണം കഴിക്കേണ്ടവർക്ക് വേണമെങ്കിൽ ഇവിടെ പുറത്ത് മക്ഡൊണാൾഡ്സ് ഉണ്ട്, ആൾക്കാർക്ക് പോയി മക്ഡൊണാൾഡ്സിൽ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് വരാം. പക്ഷേ അരമണിക്കൂറിൽ പോയിട്ട് എല്ലാവരും തിരിച്ച് വരണമെന്ന് പറഞ്ഞിട്ട് അനൗൺസ്മെൻറ്റ് വന്നു. അപ്പോൾ എല്ലാവരും കൊണ്ട് ഇറങ്ങി പോയിട്ടുണ്ട്. എന്തൊന്നടേ ഇത്, എന്തുപാടേ ഇത്. അങ്ങനെ ഫ്രീ ആയിട്ടൊരു സുൺസോൾ ടൂർ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ ബാഗകത്ത് വെച്ചിട്ട് ഞാനും ഇറങ്ങി. അപ്പം എല്ലാവരും പോവല്ലേ, എല്ലാവരും മക്ഡൊണാൾഡ്സിൽ പോവാണ് ഫുഡ് വാങ്ങിക്കാനായിട്ട്. അതായത് ആൾക്കാർ ചോദിച്ചെന്നു, 1 മണിക്കൂറോളം ഇവിടെ കൊണ്ട് വണ്ടി ഇട്ടിട്ട് ആൾക്കാർ ചോദിച്ചെന്നു ഞങ്ങളൊക്കെ പുറത്ത് പോയി ഫുഡ് വാങ്ങിച്ചിട്ട് വരട്ടെ. ഇവിടെ പുറത്ത് ട്രെയിനിലെ റെയിൽവേ സ്റ്റേഷന് പുറത്ത് മക്ഡൊണാൾഡ്സ് ഉണ്ടല്ലോ. അപ്പോൾ അവസാനം ട്രെയിനുകാർ അനൗൺസ് ചെയ്തു അരമണിക്കൂർ സമയത്തിനുള്ളിൽ പോയിട്ട് തിരിച്ചു വരൂ എന്നും പറഞ്ഞുകൊണ്ട്. ഇവർ പറയുന്നത് ഇവർ ബസ് അറേഞ്ച് ചെയ്തു എന്നാണ്. പക്ഷേ ബസ്സൊന്നും അറേഞ്ച് ചെയ്തിട്ടില്ല. ബസ്സൊന്നും അറേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇവിടെ ഒന്നും ലാസ്റ്റ് സമയത്ത് ഇങ്ങനെ പെട്ടെന്ന് ബസ് വേണമെന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ നടപടിയാവുന്ന കേസല്ല. അപ്പോൾ അതാണ് ബേസിക്കലി ഇതിനകത്തെ പ്രശ്നം. അപ്പോൾ ഇത് സുൺസോൾ എന്ന് പറഞ്ഞ സ്ഥലമാണ് നമ്മൾ വന്ന ട്രെയിൻ. അത് മാത്രമേ ഉള്ളൂ. ഇതിവിടുത്തെ ഒരു പ്രധാന ഒരു ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ എനിക്കറിയാൻ സാധിച്ചത് ഇവിടെ മുമ്പിൽ ഫർദർ നമ്മളിപ്പോൾ മുന്നോട്ട് പോകേണ്ട ഏതോ ഒരു റൂട്ടിൽ ഇലക്ട്രിക് ലൈനിൽ എന്തോ ഒരു പ്രോബ്ലം, അതോ കറണ്ട് ഇല്ലെന്നോ അതോ ഇലക്ട്രിസിറ്റിയിൽ എന്തോ പ്രോബ്ലം എന്നോ അങ്ങനെ എന്തൊക്കെയോ പരിപാടികളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത് കാരണമാണ് ട്രെയിൻ ഇവിടെ ഹോൾട്ട് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നു. പക്ഷേ ഈ ട്രെയിനിൻ്റെ മുമ്പിൽ വേറൊരു ട്രെയിൻ ഉണ്ടായിരുന്നു. അത് അവരെവിടെ കൊണ്ടുപോയെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. അത് പോയല്ലോ, ബാക്കിലുള്ള ഈ ട്രെയിനാണല്ലോ ഇവിടെ കിടക്കുന്നത്. എന്തായാലും ഞാനും ഇറങ്ങിയിട്ടുണ്ട്. ദൈവമേ, പോയാൽ എൻ്റെ പാസ്പോർട്ട് പോലും എൻ്റെ കയ്യിലില്ല. കംപ്ലീറ്റ് ബാഗ് അതിനകത്താണ്. ഒന്നുമില്ല, ഒന്നും ഞാൻ എടുത്തിട്ടില്ല. എല്ലാം അതിനകത്തിരിക്കുകയാണ്. സ്വീഡനായ ഒറ്റ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. പിന്നെ നോക്കാമെന്നേ, ഇരുന്നിടത്ത് വെച്ച് കാണാം. എൻ്റെ പിന്നെ ട്രെയിനകത്ത് ക്യാമറ ഒക്കെ ഉണ്ടല്ലോ, എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോക്കാമല്ലോ. അപ്പോൾ ഇവിടെ ഫ്രണ്ടിൽ മക്ഡൊണാൾഡ്സ് ഉണ്ട്. അവിടെ മുമ്പിൽ ആളുകളൊക്കെ ഇറങ്ങി എങ്ങോട്ടാണ് ഈ പോകുന്നത്? ഫ്രണ്ടിൽ ബസ് സ്റ്റാൻഡാണോ? എല്ലായിടത്തും റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിൽ ബസ് സ്റ്റാൻഡ് ഉണ്ടാവും. ബസ് സ്റ്റാൻഡാണ് ഇത്. ലോക്കൽ ബസ്സുകൾ പോകുന്ന സ്ഥലമാണ്. പിന്നെ അതെന്തോ ഇൻ്റർസിറ്റി വണ്ടിയാണെന്ന് തോന്നുന്നു. ഇവിടെ ബസ് അറേഞ്ച് ചെയ്യുന്ന ഒരു പരിപാടിയും നടക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല ഗൈസ്. ഇതൊരവസ്ഥയാണ് ഇത്. ഈ യൂറോപ്പിൽ നമ്മുടെ നാട്ടിലെ പോലെയല്ല. നമ്മുടെ നാട്ടിലൊക്കെ ട്രെയിൻ സമരം എന്ന് പറഞ്ഞിട്ട് ട്രെയിൻ ഓടാതിരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. വളരെ കുറച്ച് ഓടാതെ ഇരിക്കുകയൊന്നുമില്ലല്ലോ. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ള സ്ട്രൈക്കൊക്കെ ഉണ്ടാവും. അതായത് നോട്ടിഫിക്കേഷനൊക്കെ വരും, മുൻകൂട്ടി അറിയിച്ചിട്ടൊക്കെ ആയിരിക്കും ചിലപ്പം. അല്ലെങ്കിൽ പെട്ടെന്നുള്ള സ്ട്രൈക്കുകളും വരും. അതായത് പെട്ടെന്ന് ട്രെയിൻ ഡ്രൈവർമാർ തീരുമാനിക്കും ഞങ്ങൾ ട്രെയിൻ ഓടിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് സ്ട്രൈക്കൊക്കെ വരും. ട്രെയിൻ സ്ട്രൈക്കുകൾ യൂറോപ്പിൽ UK ഒക്കെ ഭയങ്കര കോമൺ ആണ്. ബസ് സ്ട്രൈക്കുണ്ട് ലണ്ടനിലൊക്കെ. ബസ് സ്ട്രൈക്ക്, ട്രെയിൻ സ്ട്രൈക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര കോമൺ ആണ്. ഇതാണ് ട്രെയിൻ സ്റ്റേഷൻ്റെ ഇൻറ്റീരിയർ. കൊള്ളാമല്ലേ, അടിപൊളിയാണല്ലോ. നല്ല കിടിലൻ ക്യൂട്ട് ലുക്കിംഗ് സ്റ്റേഷൻ. ആളുകളൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. വാ, ഇത് ഭയങ്കര ഒരു ആഢ്യത്വം നിറഞ്ഞൊരു സ്റ്റേഷൻ അല്ലേ. നല്ല ഭംഗിയാണ് കാണാനേ. ഇതിനകത്തൊരു കടയൊക്കെ ഉണ്ട്. നമ്മൾ ട്രെയിനിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ പുറത്ത് കടയിൽ സൂപ്പർ മാർക്കറ്റിൽ വന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്നതിപ്പോൾ. ഈ ട്രെയിൻ സ്റ്റേഷൻ്റെ അകത്തുനിന്ന് താഴേക്കൊരു എസ്കലേറ്റർ ഉണ്ട്. ഇതിൽ പോയി കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡ് എത്തും. ഭയങ്കര കണക്ടിവിറ്റിയാണ്. അതായത് ട്രെയിനും ബസ്സും എല്ലാം യൂറോപ്പിൽ മൊത്തത്തിൽ ഭയങ്കര കണക്ടിവിറ്റിയാണ്. ഇവിടെ പഴം വെച്ചിരിക്കുന്നുണ്ടോ? നമുക്കൊരു പഴമായിട്ട് എടുക്കാമേ. ഈ ഒരു പഴത്തിന് €1 ആണ് എന്ന് പറയുമ്പോഴത്തേക്കിന് ഏകദേശം 80 രൂപ. ഇവിടുത്തെ ഏറ്റവും ചീപ്പസ്റ്റ് ഫുഡാണ്. ഒരു കുപ്പി വെള്ളം വാങ്ങണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു €2 ആണ് സാധാരണ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങണമെന്നുണ്ടെങ്കിലുള്ള പ്രൈസ്. അതായത് €2 എന്ന് പറഞ്ഞാൽ 200 രൂപ ആയില്ലേ ഗൈസ്. നമ്മൾ ഇവിടുത്തുകാർക്ക് അതൊക്കെ ഓക്കെയാണ്. പക്ഷേ നമ്മൾ ടൂറിസ്റ്റായിട്ട് വരുമ്പോഴത്തേക്കിനും ഭയങ്കര പൈസ കയ്യിൽ നിന്ന് ഇറങ്ങുന്ന വഴി അറിയത്തില്ല. യൂറോപ്പിൽ കയറി കഴിഞ്ഞാൽ ഉണ്ടല്ലോ പൈസയുടെ കളിയാണ്. ഭയങ്കര എക്സ്പെൻസീവാണ്. നമുക്ക് ട്രാവലിംഗ് ലൈക്ക് ഒരാഴ്ചത്തേക്കൊക്കെ വരുന്ന പോലെ, നല്ല 5 ദിവസത്തേക്കൊക്കെ വരുന്ന പോലെ അല്ല. നമ്മൾ ഇത്രയും ദിവസമൊക്കെ യാത്ര ചെയ്യുമ്പോഴത്തേക്കിനും ഭയങ്കര 2 മാസം കഴിഞ്ഞ് യൂറോപ്പിൽ 3 മാസമായി. ഭയങ്കര എക്സ്പെൻസീവാണ്. എൻ്റെ ജീവിതത്തിൽ ഈ KL-UK യാത്ര പോലെ ഇത്ര എക്സ്പെൻസീവായിട്ടുള്ളൊരു സീരീസ് ഞാൻ ചെയ്തിട്ടില്ല. ANB ട്രിപ്പ് സീസൺ 2 ഒക്കെ ശരിക്കും ഇതിൻ്റെ 10-1 ചിലവ് വന്നിട്ടില്ല. അത്രയും വണ്ടിയും കൊണ്ട് അത്രയും ആർഭാടം കാണിച്ചിട്ട് അയ്യോ ഒന്നും പറയണ്ട. ഇതൊരു ആർഭാടം കാണിക്കാതെ തന്നെ ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ. എൻ്റെ പൊന്നു, ഇതിങ്ങനെ ഓരോ ട്രെയിൻ വരുമ്പോഴും അവിടെ മണി അടിക്കുന്നുണ്ടല്ലോ, വാണിംഗ് കൊടുക്കുന്നതാണ്. എന്താ സംഭവം അത്? അവിടുത്തെ ലെവൽ ക്രോസ് അടയുന്നതാണ്. അതായത് ഈ ട്രെയിനില്ലേ, ഇത് മുമ്പേ ഇവിടെ വന്നിട്ട് ഇത് ഇവിടെ നിന്ന് വേറെ ഏതോ ഒരു സ്ഥലത്തേക്ക് പോയി വരുന്ന റീജിയണൽ ട്രെയിനാണ്, ലോക്കൽ മെമു പോലത്തെ ട്രെയിനാണ്. ഇത് നേരത്തെ ഇവിടെ വന്നിട്ട് അങ്ങോട്ട് പോയിട്ട് തിരിച്ച് വീണ്ടും വന്നു. എന്നിട്ട് നമ്മുടെ സംഭവം റെഡിയായില്ല. ഇവിടെ എല്ലാം കണ്ടോ, ഇത് കണ്ടോ, ഇതൊക്കെ നമ്മൾ ആ കടലിൽ പോയി കണ്ട പോലെ തന്നെ ഈ ട്രാക്കിൽ ട്രെയിൻ ഓടാൻ വേണ്ടി മാത്രം ട്രാക്ക് ക്ലിയറാണ്. ബാക്കിയൊക്കെ
സ്നോ വാരി കളഞ്ഞിട്ട് കംപ്ലീറ്റ് ഐസായിട്ട് ഉറച്ച് കിടക്കുവാണ് അത് ഉണ്ടല്ലേ. അത് ശരി, ലോക്കോ പൈലറ്റൊക്കെ ഇട്ടിട്ട് പോയി. ഇനി ഇവന്മാർ സമരമായിട്ട് പോലെ ഇട്ടിട്ട് പോയതാണോ എന്നാ പരിപാടിയെന്ന് അറിയത്തില്ല. എന്തായാലും നമ്മളെ പരിപാടിയായി ഗൈസ്. ഹായ് ചേട്ടൻ, പരിപാടിയായിടി. ട്രെയിൻ പണിമുടക്കി, ബുള്ളറ്റ് ട്രെയിൻ പണിമുടക്കി. കഴിഞ്ഞ 1.5 മണിക്കൂറായിട്ട് ഇത് ഒരു സ്റ്റേഷനിൽ കൊണ്ട് നിർത്തിയിട്ടിരിക്കുക. ഇവിടെ ആരുമില്ല. എനിക്കറിയത്തില്ല എന്നാ സംഭവം എന്ന്. മുന്നോട്ട് പോകൂല, എന്തോ കമ്പിയിൽ എന്നാ പ്രശ്നം ഉണ്ടെന്നോ എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്താണെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. ആൾക്കാരൊക്കെ ട്രെയിനിൽ നിന്ന് ഇറങ്ങി പുറത്ത് മുമ്പിൽ ഇപ്പം മക്ഡൊണാൾഡ്സിൽ പോയേക്കുക. ട്രെയിനിൽ ഫ്രീ ചായ കാപ്പിയൊക്കെ ഉണ്ട് കേട്ടോ. വൺ സെറ്റപ്പാ. ഇത് പവർ ലൈനിൽ എന്തോ പ്രോബ്ലം ആണ്, അതുകൊണ്ടാണ് ഇവർ വണ്ടി ചെറുക്കം ഭയങ്കര ബോളം കേട്ടോ. പവർ ലൈനിലെ പ്രോബ്ലം കാരണമാണ് വണ്ടി വിടാത്തത്. അവരെന്തോ വേറെ ട്രൈ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ എല്ലാം ഇലക്ട്രിക് ആയതുകൊണ്ട് ചിലപ്പോൾ ഡീസലിലൊക്കെ എവിടെ നിന്നെങ്കിലും കൊണ്ടുവന്ന് വലിച്ചുകൊണ്ട് പോകുമായിരിക്കും. ഞാൻ ഇവിടെ നിന്ന് ഫ്ലെക്സ് ബസ് നോക്കി, രാത്രി 10:15 ഉള്ളു ഇനി വണ്ടി ഇവിടെ നിന്ന് സ്റ്റോക്ക്ഹോമിലേക്ക്. അയ്യോ, ഇത് കോപ്പൻഹാഗനാണല്ലോ കാണിക്കുന്നത്. നോക്കട്ടെ, അതിന് മുമ്പ് വേറെ ഉണ്ടോ നോക്കട്ടെ. വെസ്റ്റ് ഡേ നോ ട്രിപ്സ് ഓൺ വെനസ്ഡേ ആണെന്നുണ്ട്. ഇവിടെ അതും ഇല്ലേ. നമുക്ക് ഇവിടെ നിന്ന് സ്റ്റോക്ക്ഹോം പോകാൻ 375 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. 375 കിലോമീറ്റേഴ്സ്. അടിപൊളി മോനെ. Och så fort vi får reda på någonting så kommer vi återkomma till er direkt. The traffic and as soon as we find out any. De skulle hålla ett möte nu, Trafikverket, och se om de kan... ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് തോന്നുന്നു. എന്തോ പറയുന്നുണ്ട്. Ja, vi får också gå före i. Dels för allt, men också för att vi har anslutning. Så det är bättre när inte alla ska åka samma tåg. എല്ലാവരും പുറത്തിറങ്ങി പോവാം. എന്തോ സംഭവം ഉണ്ട്, എന്താ അറിയില്ല, നോക്കാം. Okay, they get the priority. Yeah, okay. Maybe you don't have to stand so much outside for getting into the taxi. Yeah, okay. എല്ലാവരും ഇറങ്ങുവാടേ, എല്ലാവരും ഇറങ്ങുക. ആൾക്കാരൊക്കെ പട്ടിയേം കൊണ്ടും ഈ പറഞ്ഞ പോലെ കുട്ടിയേം കൊണ്ടും എല്ലാം പോവല്ലേ. അപ്പോൾ ഗുഡ് ബൈ ട്രെയിൻ. നമ്മൾ ട്രെയിനിൽ നിന്ന് ഇറക്കി എന്തോ ടാക്സിയോ ബസ്സോ എന്തോ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ടാറ്റ ട്രെയിൻ, ടാറ്റ. അതായത് ഇന്ന് രാവിലെ 8 മണി മുതൽ ഈ റൂട്ടിൽ ട്രെയിൻ ഓടുന്നില്ല. അപ്പോൾ ഈ ട്രെയിൻ അവിടെ നിന്ന് പുറപ്പെട്ട് ഇവിടെ എത്തിയിട്ടും ഈ റൂട്ടിലെ പ്രോബ്ലംസ് അവർ ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. എന്തോ ട്രാക്കിൽ കമ്പി എന്തോ പറ്റിയതാണെന്നോ ഇലക്ട്രിസിറ്റി ഇല്ലെന്നോ എന്തോ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് പ്രശ്നം. അപ്പോൾ ഈ ട്രെയിനിൽ അത്യാവശ്യം ആൾക്കാരുണ്ട്. ഇവരെല്ലാം അതായത് ഇപ്പം ഞാനിപ്പോൾ ഇവിടെ നിന്ന് 350 കിലോമീറ്റർ ഉണ്ടെന്ന് സ്റ്റോക്ക്ഹോമിൽ. ഓൾറെഡി ഞങ്ങൾ 350 കിലോമീറ്റർ കഴിഞ്ഞു. അതായത് ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ എറണാകുളത്ത് നിന്ന് ഹൈദരാബാദ് പോകുന്നൊരു ട്രെയിൻ വഴിക്ക് വെച്ച് ഇതേപോലെ പെട്ടു, എന്നാ ചെയ്യും? അല്ലെങ്കിൽ എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂർ പോകുന്ന ട്രെയിൻ വഴിക്ക് വെച്ച് ഇതേപോലെ പെട്ടു. നമ്മുടെ നാട്ടിലാണ് അവിടെ കിടക്കും. പിന്നെ പകരം സംവിധാനങ്ങൾ ബസ് ഒരുക്കിയ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരോടും പുറത്ത് വരാൻ പറഞ്ഞ് അനൗൺസ്മെൻറ്റ് വന്നു. ഇവിടെ നിന്ന് ടാക്സിയോ ബസ്സോ അങ്ങനെ എന്തൊക്കെയോ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തോ ഒന്നൊരു ഐഡിയ ഇല്ല. എല്ലാവരും പോകുന്നുണ്ട്. ആ പോകുന്നവരുടെ കൂട്ടത്തിൽ ഞാനും പോവുകയാണ്. ഇവരിപ്പോൾ പറഞ്ഞിരിക്കുന്നത് കുട്ടികളായിട്ട് ട്രാവൽ ചെയ്യുന്നവർക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കും. അവർക്ക് ആദ്യം അവരെ കയറ്റി വിടും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ടാക്സിയൊക്കെ അറേഞ്ച് ചെയ്തെന്നുണ്ടെങ്കിൽ ദൈവന്മാർ എന്നാ റേറ്റ് ആയിരിക്കും. അതിൻ്റെ ഒരു കാര്യമുണ്ട്. ഈ ഒരു ട്രെയിൻ യാത്രയ്ക്ക് എനിക്ക് പാസ്സായതുകൊണ്ട് ടിക്കറ്റ് വേണ്ട. പക്ഷേ ഇവർ നോർമൽ ഒരു ടിക്കറ്റ് എന്ന് പറയുന്നത് ഏകദേശം 10,000 രൂപയോളം വരും. നമ്മുടെ അതായത് ഏകദേശം ഒരു 100 യൂറോ 150 യൂറോ ഒക്കെ വരും. ആ റേഞ്ചിലൊക്കെ വരും. ദൈവമേ, ടാക്സിയോ? അടിപൊളി. ട്രെയിൻ കേടായി പകരം ടാക്സിയിൽ കയറ്റി വിട്ടു, പൊളിച്ച്. ദൈവമേ, ഇതെന്നാ ഈ 3 ടാക്സി കൊണ്ട് എന്നാ ചെയ്യാനാണ് ഇവര്? ഒരു ടാക്സിയൊക്കെ അറേഞ്ച് ചെയ്തെന്ന് പറയുമ്പോഴേ ദൈവമേ, എന്നൊക്കെ പരിപാടിയാന്ന് നോക്ക്. വണ്ടികൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു. ടാക്സി ഇത് പൊളിച്ചിട്ടാ. ദൈവമേ, ആളുകൾ ടാക്സി കയറി പോകുന്നു. ഇവിടെ കുറേ വണ്ടികൾ കിടപ്പുണ്ടല്ലോ. വോൾവോൻ്റെ ടാക്സിയൊക്കെ. ദൈവമേ, സ്വീഡനല്ലേ, പിന്നെ വോൾവോൻ്റെ ടാക്സി ഉണ്ടാവാതിരിക്കുമോ? അടിപൊളി. വോൾവോൻ്റെ ടാക്സി, ബെൻസിൻ്റെ ടാക്സി, അങ്ങനെ പല പല ടാക്സികൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇങ്ങനൊരു സാഹചര്യമൊക്കെ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഞാൻ ആലോചിക്കുമായിരുന്നു. നമ്മളെല്ലാവരും ഇവിടെ കച്ചറയാക്കി. ഇവിടെ വിമാനമൊക്കെ എയർപോർട്ടിൽ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ ഡിലേ ആയി കഴിഞ്ഞാൽ എയർലൈൻ സ്റ്റാഫിനോടും അതേപോലെ തന്നെ എയർപോർട്ടിലെ സകലമാന സ്ഥാവരജംഗര വസ്തുക്കളും വേണമെങ്കിൽ തച്ചുടച്ച് എയർലൈൻ സ്റ്റാഫിനോടൊക്കെ ആൾക്കാർ ദേഷ്യപ്പെട്ട് കയർത്ത് സംസാരിച്ച് തെറി വിളിച്ച് എന്തൊക്കെയാണ് ചെയ്യുന്നത്. ഒരു വിമാനമൊക്കെ 1 മണിക്കൂർ ലേറ്റ് ആയി കഴിഞ്ഞാൽ ആളുകളൊക്കെ നോക്കി ഇവിടെ എത്ര കൂളായിട്ട് എത്ര അച്ചടക്കത്തോടെ ഒരു പ്രശ്നവും ഇല്ലാതല്ലേ ക്യൂ നിൽക്കുന്നത് അല്ലേ? എല്ലാവരും ഇങ്ങനെ ക്യൂ നിൽക്കല്ലേ, ഒരു പ്രശ്നമില്ലാതെ അവരവരുടെ ഊഴം വരുന്ന പോലെ
ഒരാളാണ് ഇവിടെ ഇതൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയുള്ളത്. ലൈക്ക് ആളുകളെ കയറ്റി വിടാനും അല്ലാതെ മറ്റൊക്കെ ആയിട്ട് കുട്ടികളെ കൊണ്ട് ട്രാവൽ ചെയ്യുന്നവർ, വലിയ വലിയ ലഗേജായിട്ട് പോകുന്ന ആളുകൾ എത്ര ആൾക്കാരുള്ള. ഞാൻ ആലോചിക്കുന്നു ഇവർക്കെന്നാൽ 2-3 ബസ് അറേഞ്ച് ചെയ്താൽ പോരായിരുന്നു. എന്താ ബസ് അറേഞ്ച് ചെയ്യാത്ത ഇവർ ടാക്സി അറേഞ്ച് ചെയ്യുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. അതായത് ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോഴത്തേക്കിനും എല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കുകയാണ്. ഇവിടെ ക്യൂ ആയി, മനസ്സിലായില്ലേ? ഇത് ക്യൂവിൻ്റെ ഫ്രണ്ടാണ്. പിന്നെ അങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അങ്ങേ അറ്റം വരെ ആളുകൾ ക്യൂ നിൽക്കുകയാണ്. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്ത്യയിലായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു ബസ് ഇവിടെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ കയ്യൊക്കെയുള്ളവൻ കാര്യക്കാരെന്നും പറഞ്ഞുകൊണ്ട് ചാടി കയറും, ഇല്ലേ? നമ്മളെല്ലാവരും അങ്ങനെയല്ലേ ചെയ്യുള്ളൂ. പക്ഷേ ഇവരങ്ങനെ ചെയ്യില്ല. ഇവർ ഫസ്റ്റ് പ്രയോറിറ്റി പ്രിഫറൻസ് എല്ലാം കൊടുത്ത് ആദ്യം വന്ന് നിന്ന ആൾക്കാർ അങ്ങനെ കയറുള്ളൂ. ഇതൊക്കെ നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ് സത്യം പറഞ്ഞാൽ. നമ്മളൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നമുക്കൊരു ബസ് ലേറ്റ് ആയാലോ, ബസ് മിസ്സായാലോ, ട്രെയിൻ മിസ്സായാലോ, ഒരു KSRTC ബ്രേക്ക് ഡൗൺ ആയി. ആ KSRTC ബ്രേക്ക് ഡൗൺ ആയിക്കഴിഞ്ഞാൽ പകരം വണ്ടി KSRTC അറേഞ്ച് ചെയ്യില്ലേ? ഇല്ലേ? കുറച്ച് വൈകുന്നല്ലേ ഉള്ളൂ. അതിന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ടി വിയിൽ വാർത്തയാവും, ഭയങ്കര സംഭവം, മറ്റതാവും, മറിച്ചാവും. അയ്യോ, ഒരു ട്രെയിൻ ഇതേപോലെ സംഭവിച്ചു കഴിഞ്ഞാൽ ടെക്നിക്കൽ ഹോൾട്ടോ അപകടങ്ങൾ എപ്പോൾ വേണേൽ സംഭവിക്കാം. പക്ഷെ അതൊക്കെ നമ്മളതൊക്കെ ഭയങ്കര ഡീൽ ചെയ്യും. എന്നാലും കുറ്റമായിരിക്കും. ഇത് കണ്ടില്ലേ ഇവിടെയൊക്കെ എങ്ങനെയാണ് ഇവരിത് ഡീൽ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവർക്ക് പറ്റത്തില്ല. അവർക്ക് ഇങ്ങനെയൊക്കെ അറിയത്തുള്ളൂ, മനസ്സിലായില്ലേ? സിസ്റ്റം അനുസരിച്ച് അവർ ചെയ്യുള്ളൂ. ഈസി ആയിട്ട് കണ്ട് പോകുന്ന നമ്മുടെ നാട്ടിലാണ് നമ്മൾ എന്ത് ചെയ്യും? ഈസി ആയിട്ട് ആ കാണുന്ന പോലത്തെ ഇവിടുത്തെ ലോക്കൽ ബസ് ഉണ്ടാവില്ല. ആ ലോക്കൽ ബസ് എടുത്ത് 2 ഇട്ട് കൊടുക്കും, 2-3 എടുത്തിട്ട് കൊടുക്കും. എന്നിട്ട് കയറി പൊക്കോളാൻ പറയും എല്ലാവരോടും. അല്ലെങ്കിൽ അടുത്ത റെയിൽവേ സ്റ്റേഷനിലേക്ക് ആളെ അറേഞ്ച് ചെയ്യും. ഇവിടെ അതുപോലെ അവർ ചെയ്യുന്നില്ല. പക്ഷേ അവർ ടാക്സി അറേഞ്ച് ചെയ്യുന്നുണ്ട്. ടാക്സി എന്തിനാണ് ടാക്സി അറേഞ്ച് ചെയ്യുന്നത് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. ചിലപ്പോൾ അവരുടെ പ്രോട്ടോക്കോൾ അതായിരിക്കും. ഇവർ പറ്റിച്ചിട്ടാ. ആകെ 4 ടാക്സി ഉണ്ടായിരുന്ന 4 ടാക്സിയിൽ ആദ്യം വന്ന കുറച്ച് ആൾക്കാരെ കയറ്റി വിട്ടു. വേറെ ഒരു വണ്ടിയും വരുന്നില്ല. 1/2 മണിക്കൂറാണ് ഇവിടെ പുറത്ത് നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇവിടെ നിന്നാണെ ബസ്സും ഇല്ല, പോകാനായിട്ട് ഒരു വഴിയില്ല. ബസ്സിൽ പോകണമെങ്കിൽ 8-9 മണിക്കൂറും വേണം. അതായത് ഞാൻ വെറുതെ ബസ് നോക്കിയതാണേ. ബസ് നോക്കിയിട്ട് 5, 6, 7 ബസ്സൊന്നും കാണിക്കുന്നേ ഇല്ല ഈ അടുത്ത 3-4 ദിവസത്തേക്ക്. അങ്ങനെ 1 മണിയായി സുഹൃത്തുക്കളെ. നമ്മുടെ ട്രെയിൻ സ്റ്റോക്ക്ഹോം എത്തേണ്ട സമയമായി. അതായത് 3 മണിക്കൂറായി നമ്മളിവിടെ പെട്ടിട്ട്. ഇവിടെ പുറത്തിറങ്ങി നിൽക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 1 മണിക്കൂറായി പുറത്തിറങ്ങി നിൽക്കുന്നത്. എല്ലാവരും കഷ്ടമുണ്ട്. പിള്ളേരും സാധനങ്ങളൊക്കെ ആയിട്ട് ആലോചിച്ച് വയ്ക്കുക. ആളുകളുടെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് വയ്ക്കുക. എന്തുവാടെ ഇത്? ഇവിടെ ചോദിക്കാനും പറയാനും പോലും ഒരു മനുഷ്യനുമില്ല. നേരത്തെ ഇവിടെ പുറത്ത് നടന്നിരുന്ന ആൾ വലിയ ആരുമില്ല. പുറത്ത് തണുത്തിട്ടാണെന്ന് തോന്നുന്നു. എല്ലാവരും അകത്തേക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്യുകയാണ്. അങ്ങനെ ഇവിടെ വന്നിട്ട് പുറത്തേക്ക് കാര്യമൊന്നുമില്ലെന്ന് മനസ്സിലായി എല്ലാവർക്കും. നമ്മൾ വന്ന ട്രെയിൻ ഇപ്പോഴും അവിടെ കിടക്കുക. അതിനകത്ത് ഇരുന്നാൽ മതിയായിരുന്നു. എന്തിനാണ് വെറുതെ പുറത്തിറക്കി നിർത്തിയേക്കുന്നത്? എന്തൊരവസ്ഥയാണ് നോക്കടേ ഇത്. ഇവർക്കൊന്നും പ്രതികരണ ശേഷി ഇല്ലേ? അയ്യോ ഒന്നും പറയണ്ട. കൊല്ലണ റേറ്റ് ട്രെയിനിന് കൊടുത്തിട്ട് ടിക്കറ്റ് എടുത്തിട്ട് എല്ലാവരും കൂടെ അവസ്ഥ നലിച്ച് നോക്ക്. ഇപ്പം എന്നാ ചെയ്യുന്ന? എല്ലാവരും കൂടെ അകത്ത് പോകണോ ട്രെയിനിൽ പോയിരിക്കാനാണോ? എന്നാ പരിപാടിയൊന്നും അറിയത്തില്ല. എല്ലാവരും പോകുന്നു, ഞാനും പോകുന്നു. അല്ലാണ്ട് എന്ത് ചെയ്യാനാ ബ്രോ? എന്നാലും ഒരുമാതിരി മറ്റിടത്ത് അവിടെ ട്രെയിനിൻ്റെ സ്റ്റാഫുണ്ട്. അവർ എന്തോ പറയുന്നുണ്ട്. എന്തോ പറയുന്നേ? പോയി ട്രെയിനിൽ കയറി ഇരിക്കാനാന്ന് തോന്നുന്നു പറയുന്നത്. ആർക്കറിയാം? എന്തെങ്കിലും ആട് പുല്ല്. എന്തോന്ന് യൂറോപ്പടെ ഇത്, എന്തോന്നടേ ഇത്? സത്യം പറഞ്ഞാൽ ഇവിടെ ട്രെയിനൊക്കെ പെട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, പെട്ടതാ. വേറെ ഒരു നിവൃത്തിയില്ല. അതാണ് അവസ്ഥ. പറയുമ്പോൾ യൂറോപ്പാണ്, വലിയ മാങ്ങയാണ്, തേങ്ങയാണ്. ഞാനിവിടെ കടയിൽ വന്നിട്ട് എന്തോ ഒരു സാധനം സാൻഡ്വിച്ച് പോലത്തെ സാധനമാണ്. പിന്നെ ഒരു കുപ്പി വെള്ളവും വാങ്ങിച്ച്. കഷ്ടമുണ്ട് കേട്ടോ ആളുകളുടെയൊക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. എന്നാ ചെയ്യാനാ? ഈ 2 സാധനം കണ്ടോ? ഇതിന് നമ്മുടെ 800 രൂപയായി കേസ്. നമ്മുടെ 800 രൂപ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ നാട്ടിലാണ് 20 രൂപ വെള്ളത്തിന്, റെയിൽവേ സ്റ്റേഷനാണ് 15 രൂപ. പിന്നെ ഇതുപോലത്തെ ഒരു സാധനം വാങ്ങണമെങ്കിൽ ഒരു 100 രൂപ മാക്സിമം. 100 പോലും വരില്ല, 800 രൂപയാണ്. അതാണ് അവസ്ഥ. അതായത് നമ്മുടെയൊക്കെ 10 ഇരട്ടി കോസ്റ്റാണ് ട്രാവൽ ചെയ്യാൻ വരുമ്പോഴത്തേക്കിന് ഇവിടെ സംഭവിക്കുന്നത്. ഭയങ്കര എക്സ്പെൻസീവാണ്. ബില്ല് ചെയ്യാൻ നേരം പറയുകയാണേ ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ എന്ന്. ഞാൻ പറഞ്ഞാൽ താങ്ക് യു, ഇറ്റ്സ് നോട്ട് എ ബ്യൂട്ടിഫുൾ ഡേ എന്ന് പറഞ്ഞ് സമയം പറയാം. ഇപ്പോൾ ടാറ്റ പറഞ്ഞ് പോയതാ, തിരിച്ചു വന്നു. ഇവിടെ ഇപ്പോൾ എന്നാ കാണിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് കാണിക്കുന്നുണ്ട്. എനി അപ്ഡേറ്റ്? They're telling us we're going by train in around 2 o'clock. Okay, better than staying outside. Yeah, exactly. So I'm thinking we should just get in and get our seats yeah, again. better. Oh. Yeah. അമ്മമാരെ നല്ല പിള്ള കളിക്കാൻ പോയതാ. അതായത് എന്താ പറയുക, ബദൽ സംവിധാനം ഒരുക്കി ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു 10 പേര്, 4 വണ്ടിയിൽ എനിക്കൊന്ന് 10-20 പേര് ടാക്സി കയറിപ്പോയി. കൊച്ച പിള്ളേരൊക്കെ ഉള്ളത്. ബാക്കിയുള്ളവർ വണ്ടി കിട്ടിയില്ല. അവർക്ക് ആകെ കിട്ടിയ 4 വണ്ടിയാണ്. ശരിക്കും ഉണ്ടല്ലോ, ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 3-4 ബസ് ഇട്ട് കഴിഞ്ഞാൽ ഈ ആൾക്കാരെല്ലാം കൊണ്ടുപോകാം.
ഇതിന് അപ്പുറത്തുള്ള ഏതൊരു സ്റ്റേഷൻ്റെ ഇടയ്ക്കുള്ള ഭാഗത്താണ് പ്രശ്നം. അവിടെ നിന്ന് വരുന്ന ട്രെയിനുകൾ അവിടെ കുടുങ്ങി കിടക്കുന്നു, ഇവിടെ നിന്ന് പോകുന്ന ട്രെയിനുകൾ ഇവിടെ കുടുങ്ങി കിടക്കുന്നു. അവസ്ഥ. Det kommer komma mer folk från ett annat tåg, så att det är viktigt att vi försöker stuva undan all bagage så gott det går. Alla det kommer bli skidor eller någonting upp på hatthyllorna. 2 മണിക്ക് പോകുന്നത് നമ്മുടെ മറ്റേ ലോക്കൽ ട്രെയിൻ വീണ്ടും പോയിട്ട് വന്നു. എന്തല്ലേ 3 മണിക്കൂറാണ് നമ്മളിപ്പോൾ ഇവിടെ പോസ്റ്റ് ചെയ്ത്. ഇപ്പോൾ 2 മണിക്ക് വിടുന്ന അവർ പറഞ്ഞിരിക്കുന്നത്. വിട്ടു എന്ന് പറയാം. 2:06 നമ്മൾ ഇവിടുന്ന് പോയിരിക്കും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഫൈനലി നമ്മുടെ വണ്ടി വിട്ടിരിക്കുകയാണ് ഗൈസ്. സമയം ഇപ്പോൾ 2 മണി. എന്താ അവസ്ഥ എന്നേക്ക് 1 മണിക്ക് അവിടെ എത്തേണ്ടായിരുന്നു സ്റ്റോക്ക്ഹോമിൽ. ഇനി ഇവിടെ നിന്നൊരു 3-3.5 മണിക്കൂർ യാത്രയുണ്ട്. എൻ്റെ ദൈവം ഒന്നും പറയണ്ട. ഞാനൊരു ചായ എടുത്തിട്ട് വന്നു. പിന്നെ ഈ കാണുന്ന സാധനം കണ്ടോ, ഇതൊക്കെ അവിടെ ഫ്രീ ആയിട്ട് വെച്ചിരിക്കുകയാണ്. അതായത് ഫ്രീ ആയിട്ട് എടുത്ത് കഴിക്കാം. പിന്നെ ഡ്രിങ്കിങ് വാട്ടർ ഫ്രീ ആയിട്ട് വെച്ചിട്ടുണ്ട്. കുറേ സാധനങ്ങൾ അവിടെ ഫ്രീ ആയിട്ട് വെച്ചിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന കോഫി ഷോപ്പ് അടച്ചു, റെസ്റ്റോറൻറ്റ് അടച്ചു, പക്ഷേ കുറേ സാധനങ്ങൾ ഫ്രീ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ട്രെയിൻ ലൈറ്റ് ആയതുകൊണ്ടല്ല കേട്ടോ, അപ്പോൾ ഉള്ളതാണ് പരിപാടി അല്ലേ. അങ്ങനെ നമ്മളെത്തി ഗൈസ്. അതായത് ഉച്ചയ്ക്ക് 1 മണിക്ക് എത്തേണ്ട ട്രെയിൻ സമയം നോക്കി വൈകിട്ട് 5:45. അതായത് 1 മണിക്ക് എത്താൻ ട്രെയിനാണ്. 2, 3, 4, 5, 6 ഏകദേശം 5 മണിക്കൂർ ലേറ്റായിട്ടാണ് ട്രെയിൻ ഇവിടെ എത്തുന്നത്. എത്തിയല്ലോ, അത് തന്നെ ഭാഗ്യം പറഞ്ഞുകൊണ്ടിരിക്കുക. എൻ്റെ പൊന്ന്, ഇതുപോലത്തെ ഒരു യാത്ര ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെയല്ല, ലൈക്ക് നമുക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കും. അത് യൂറോപ്പിൽ എന്നൊക്കെ പറഞ്ഞ് അത് വല്ലാത്തൊരു എന്താ പറയുക അനുഭവമായിരുന്നു എനിക്ക്. ഈ ട്രെയിൻ കണ്ടോ, ഇത് നമ്മൾ ഈ നോർത്ത് കൊറിയൻ ട്രെയിനൊക്കെ കണ്ടിട്ടില്ലേ, അതേപോലത്തെ ട്രെയിൻ അല്ലേ. ഒരുമാതിരി എന്താ പറയുക ഒരു പഴഞ്ചൻ ഫീലുള്ള ഒരു ട്രെയിൻ, നോർത്ത് കൊറിയൻ ട്രെയിൻ പോലത്തെ ഒരു ട്രെയിൻ. എൻ്റെ പൊന്നേ, ഒരാൾ ഒരു സിംഹത്തിനെ പോലുള്ളൊരു പട്ടീനെയും കൊണ്ട് പോകുന്ന കണ്ടോ, അടിപൊളി. അവിടെ തോളത്ത് കിടക്കുന്ന ബാഗ് കണ്ടോ, അതും മറ്റേ ഒക്കെ ഫീൽഡ്രാവൻ്റെ ആണെന്ന് തോന്നുന്നു. ഇവിടെ എല്ലാവരും ഫീൽഡ്രാവനാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഫുള്ള് പട്ടികളാണല്ലോ ദൈവമേ. ഇവരെല്ലാം ഈ പട്ടികളെ കൊണ്ട് ട്രിപ്പ് പോകണമെന്ന് തോന്നും. ആക്ച്വലി എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ഇവിടെ വരുന്നു, നേരെ സ്കാനിയയുടെ മ്യൂസിയം പോയി കാണുന്നു, എന്നിട്ട് തിരിച്ച് വന്ന് ഇവിടെ താമസിക്കുന്നു. സ്കാനിയയുടെ മ്യൂസിയം ഇവിടെ നിന്നൊരു 30 കിലോമീറ്റർ ദൂരെയാണ്. അൺഫോർച്ചുനേറ്റ്ലി ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ട് നമ്മുടെ ആ പ്ലാൻ വർക്കൗട്ടായില്ല, ക്യാൻസലായി. പിന്നെ ഇന്ന് വൈകിട്ട് 6 മണിക്ക് ഇവിടെ വെച്ചിട്ട് ഒരു ചെറിയൊരു മീറ്റപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഭാഗ്യത്തിന് 5:45 എത്തിയുണ്ട്. 6 മണിക്ക് നമുക്ക് മീറ്റപ്പിൻ്റെ സമയത്ത് കുറച്ച് ലേറ്റ് ആവും, നമുക്ക് അവിടെ എത്താൻ പറ്റും. കുറച്ച് ആൾക്കാർ ആരെങ്കിലുമൊക്കെ വരുമായിരിക്കും ഇവിടെ ഉള്ളവർ, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്നെ കാത്ത് എൻ്റെ 2 ഫ്രണ്ട്സ് പുറത്ത് നിൽപ്പുണ്ട്. ഒരാൾ എൻ്റെ പണ്ട് മുതലേ ഉള്ള ഫ്രണ്ടാണ്, ഒരാൾ എൻ്റെ ഒരു ഫോളോവറാണ്. 2 പേരും എൻ്റെ ഫോളോവേഴ്സാണ്, പക്ഷേ എന്നാൽ ഒരാൾ എൻ്റെ ഫോളോവറാണ്. അപ്പോൾ അവർ 2 പേരും പുറത്ത് നിൽപ്പുണ്ട്. സോ നമുക്ക് അവരെ പോയി മീറ്റ് ചെയ്യാം. എന്തായാലും എന്താ പറയുക, എൻ്റെ പ്ലാൻ എന്നോ ഈ ട്രെയിനിലുണ്ടായിരുന്ന എത്ര ആൾക്കാരുടെ പ്ലാനുകളാണ് തെറ്റിയതല്ലേ. സത്യം പറഞ്ഞാൽ ഇതിൽ പല ആളുകൾക്കും പല സ്ഥലങ്ങളിലേക്കുള്ള കണക്ഷൻ ട്രെയിനുകളുണ്ടായിരുന്നു, അതൊക്കെ മിസ് ചെയ്തു. പക്ഷെ അതൊക്കെ ഇവർ അതിൻ്റെ എന്താണോ കണക്ഷൻ ട്രെയിൻ മിസ് ചെയ്തെങ്കിൽ അതിന് ദേ വിൽ ഡു വാട്ട് എവർ തിങ്സ്. എന്താണ് അവർക്ക് മിസ്സായത്, അല്ലെ എന്താണ് അതിൻ്റെ കോമ്പൻസേഷൻ, അല്ല അവരുടെ ഓൾട്ടർനേറ്റ് അറേഞ്ച്മെൻറ്റ്, അതൊക്കെ ഇവർ ചെയ്തു കൊടുക്കും. പക്ഷേ നമുക്ക് നഷ്ടപ്പെട്ടാൽ നമുക്ക് തിരിച്ചു കിട്ടില്ലല്ലോ, നമ്മൾ സഫർ ചെയ്യേണ്ടി വരില്ലേ. ഈ ട്രെയിൻ എന്നാൽ എന്താണ് ഇങ്ങനെയാണ് ഞാൻ ആലോചിക്കുന്നത്. ഇങ്ങനത്തെ ഒരു ട്രെയിൻ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, കണ്ടില്ലേ. ഓക്കെ, ഇതിന് നോർവേയുടെ ട്രെയിനാണോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. സ്വീഡൻ്റെ ട്രെയിനാണോ നോർവേയുടെ ട്രെയിനാണോ എന്ന് അറിയില്ല. എന്തായാലും ഇതൊരു വെറൈറ്റി ട്രെയിൻ. ഇത് കണ്ടില്ലേ, നമ്മൾ ഈ നോർത്ത് കൊറിയയിൽ കിം കയറി പോകുന്ന ട്രെയിൻ കണ്ടിട്ടില്ലേ നിങ്ങൾ, അതേപോലത്തെ ട്രെയിൻ അല്ലേ. ഇത് സോവാജൻ എന്നൊക്കെ പറഞ്ഞ് എന്താ എഴുതിയിരിക്കുന്നത്. പക്ഷെ എന്താ ഭയങ്കര വെറൈറ്റി കേട്ടോ, ഇത് സാധനം ഇഷ്ടപ്പെട്ടു. ഇത് വലിയ റെയിൽവേ സ്റ്റേഷനാണ്. ഇത് റെയിൽവേ സ്റ്റേഷൻ തന്നെയാണോ അതോ എയർപോർട്ടോ എന്തോ ഇത് സംഭവം. അത് ബസ് സ്റ്റാൻഡിലേക്കുള്ള വഴിയാണോ? ബസ് സ്റ്റാൻഡിലേക്കുള്ള വഴിയാണ് മേളിൽ. ഇതിനിപ്പോൾ എങ്ങോട്ടാണ് ഇറങ്ങണ്ടേ? ടാക്സി, അതായത് കമ്മ്യൂട്ടർ ട്രെയിന്. ഇവിടെ ഫുൾ പട്ടികളാണ് ഗൈസ്. എൻ്റെ ദൈവമേ, നല്ല ആൾക്കാരോട്ടെ ഇവിടുത്തെ. അതായത് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് കണ്ടതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് നല്ല ആൾക്കാർ. അതായത് യൂറോപ്പിൽ എനിക്ക് ഏറ്റവും, അതായത് ലോക്കൽസൊക്കെ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. സാധാരണ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ലോക്കൽസൊക്കെ നമ്മളെ ഒരു ടൂറിസ്റ്റായിട്ട് കാണുന്നില്ല. പലരും 2 രീതിയിലുള്ള ആറ്റിറ്റ്യൂഡുണ്ട്. ഒന്ന് ടൂറിസ്റ്റിനോടുള്ളൊരു ആറ്റിറ്റ്യൂഡ്, 2
ഇവിടെ ജോലി ചെയ്യാൻ വന്നൊരു മൈഗ്രൻറ്റിനെ കാണുന്ന ആറ്റിറ്റ്യൂഡ്. എനിക്ക് ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് എല്ലാവരും എന്നെ കണ്ടിട്ടുള്ളത് ഇത്രയും നാൾ. പക്ഷേ ഇവിടെ എനിക്കത് ഫീൽ ചെയ്തിട്ടില്ല. ഇവിടെ പുറത്തിറങ്ങിയപ്പോൾ തന്നെ നീ എവിടെ ആയിരുന്നു? ഞാൻ അവിടെ വെയിറ്റ് ചെയ്യായിരുന്നു അർജുൻ. ആണോ? ഇവിടെ പോലീസുകാരൊക്കെ വട്ടം കൊണ്ട് നിൽക്കുന്നത് എന്തോ പ്രശ്നമുണ്ട് ഇവിടെ. എന്ത് ഇവിടെ എപ്പോഴും പ്രശ്നമാണോ? മൊത്തത്തിൽ പ്രശ്നമല്ലേ? ഇവനാണ് അനീഷ്. നീ എത്ര ആണോ ഇവിടെ വന്നിട്ട്? ഞാൻ കഴിഞ്ഞ മാസം അന്നേ ഉള്ളൂ. ഫ്രഷാ? അത് ശരി. ഇവിടെ ഇറങ്ങി വരുമ്പോൾ തന്നെ ഇവിടെ റാഡിസൺ ബ്ലൂവിൻ്റെ ഒരു ഹോട്ടലുണ്ട്. എന്നാ പറഞ്ഞേ? അപ്പോൾ നീ സ്കാനിയയിൽ ജോലി കിട്ടി വന്നാണോ? അതെ, അഫ്രീല്. സ്കാനിയയ്ക്ക് വേണ്ടിയിട്ട് അഫ്രീൽ ജോലി. സ്കാനിയയ്ക്ക് വേണ്ടി അഫ്രീ എന്ന് പറഞ്ഞേ? അവർക്കൊരു ടയർമെന്റ് സപ്ലയറാണ്. നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്നത്? ഡിസൈനിങ് തന്നെ അവർക്ക് വേണ്ടിയിട്ട്. എന്തായാലും ബസ് ഭ്രാന്തിന്റെ ഒരു ഗുണം ഉണ്ടായി അല്ലേ? ബസ്സുമായിട്ടുള്ള ഇത് ബസ്സിനാണോ ഡിസൈൻ ചെയ്യുന്നത് അതോ ലോറിക്കാണോ ട്രക്കിനാണോ? ട്രക്കല്ലേ? അത് ശരി, വെരി ഗുഡ്. ഇത് കണ്ടോ, ഇതൊക്കെ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലാണ്ടില്ലേ ഫുൾ സെറ്റപ്പുകളൊക്കെ നോക്കി. ഞാൻ ഇവിടെ നിന്ന് മെട്രോയിൽ കയറിയിട്ടേ എൻ്റെ ഹോട്ടലിലേക്ക് പോകാനുള്ള പരിപാടിയിലാണ്. ഞാൻ ഇവിടെ പുറത്തിറങ്ങിയിട്ട് ഒരു മെട്രോയിൽ കയറി ഹോട്ടലിൽ ബാഗ് വെക്കാൻ വേണ്ടി പോവാണ്. ഒരാളും കൂടെ വന്നിട്ടുണ്ട് അവിടെ. ഇയാൾ അർജുനാണ് എനിക്ക് ആദ്യം മെസ്സേജ് അയച്ചത്. അർജുൻ സ്കാനിയയിൽ ജോലി ചെയ്യാണ്. സ്കാനിയയിൽ ബസ് ഉണ്ടാക്കുന്ന ആളാണോ കാറിൻ്റെ ട്രക്ക് ഉണ്ടാക്കുന്ന ആളാണോ? കാറില്ലല്ലോ, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. അല്ല, ഏതിനകത്താണ്? ബസ്സാണോ ട്രക്കാണോ? രണ്ടും ഉണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, EV ബസ്. അടിപൊളി. നമ്മുടെ നാട്ടിൽ സ്കാനിയ വേണ്ടല്ലോ, പൂട്ടിപ്പോയില്ല എല്ലാം. അവിടെ ഒരു സാധനം കണ്ടോ മേളിൽ? അതൊരു എലിവേറ്ററിൽ കയറി മേളിൽ പോയിട്ട് അവിടെ എയറോ ബ്രിഡ്ജ് പോലത്തെ ഒരു സാധനം. അതിൻ്റെ മേളിൽ എഴുതി വെച്ചിരിക്കുന്നത് ഡാൻസ് ഡൈൻ ആൻഡ് ഹാവ് ദ ടൈം ഓഫ് യുവർ ലൈഫ് എന്ന്. അതിൻ്റെ കണ്ടല്ലേ? അത് എനിക്ക് തോന്നുന്നു അതിൻ്റെ മേളിൽ അത് റെസ്റ്റോറൻറ്റാണെന്ന് തോന്നുന്നു കാണുന്നത്. ഞാൻ വീണ്ടും സിറ്റി ബോക്സിൻ്റെ ഇവരുടെ ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ ടാലിനിലും ഹെൽസിംഗിലും ഒക്കെ താമസിച്ച പോലെ തന്നെയുള്ള സെയിം സെറ്റപ്പ്. ഇവിടെ വരിക, നമ്മുടെ ബുക്കിംഗ് റെഫറൻസ് ടൈപ്പ് ചെയ്യുക, ചെക്ക് ഇൻ ചെയ്യുക. ഇവിടെ ID ഒന്നും വേണ്ട കേട്ടോ, നമുക്ക് കാശ് കൊടുത്താൽ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. അപ്പോൾ റൂം കീ കിട്ടി, സെയിം സിറ്റി ബോക്സ്. ഇവിടെ താഴെ ലോണ്ടറി ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഫൺ സെറ്റപ്പ് കേട്ടോ. ഈ ഹോട്ടൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇവരുടെ ഈ ഒരു സംഭവം. ഇവിടെ ആകെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ മറ്റേ മെയ്സിനകത്ത് കയറിയ പോലെ അല്ലേ? അത് എവിടെയാണ് എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ള ഒരു വഴി മനസ്സിലാവില്ല എന്നുള്ളതാണ്. റൂമിൽ കൊണ്ട് ബാഗ് വെച്ചു, ഒന്ന് പുറത്തേക്ക് പോകാം നമ്മൾ. ആ സംഭവം കൊള്ളാമല്ലേ? നല്ല രസമുണ്ട് കാണാനായിട്ട്. അവിടെ ഒരു റെസ്റ്റോറൻറ്റ് തന്നെയാണ് ബേസിക്കലി. കണ്ടോ, അതിൻ്റെ മേളിൽ കൊടിയൊക്കെ പറക്കുന്നു, അടിപൊളി. യെസ്, അപ്പോൾ ഞാനിവിടെ സ്റ്റോക്ക്ഹോമിൽ വന്നപ്പോഴത്തേക്കിനും പറയുന്നൊക്കെ ആൾക്കാർ ഓടി വരുന്നു, ഓടി വാ. ഞാനിവിടെ സ്റ്റോക്ക്ഹോമിൽ വന്നപ്പോഴത്തേക്കിനും ഇവരൊക്കെ എന്താ പറയുക എന്നെ കാണാൻ വേണ്ടി വന്നതാണ്. അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നിങ്ങൾ ഈ ജോലി തിരക്കുകൾക്കിടയിൽ എന്നെ കാണാൻ വന്നതിൽ സന്തോഷം. പിന്നെ ഇവരിവിടെ ഒരു മലയാളി അസോസിയേഷൻ ഉണ്ട്. എന്താ അസോസിയേഷൻ്റെ പേര്? അസോസിയേഷൻ്റെ പേര് പറഞ്ഞില്ല എന്നെ തല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ, ആരാ പ്രസിഡന്റ്? ആരാ സെക്രട്ടറി? വൈസ് പ്രസിഡന്റ്, ട്രഷറർ? അത് ശരി, ഓക്കെ. അതെ, അവള് ഋഷിക്കുട്ടനൊക്കെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇവിടെ വന്നു, ഭക്ഷണം എല്ലാം കഴിച്ചു.
അപ്പോൾ ഇവർക്കൊക്കെ യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടോ? എന്താ ചാനലിന്റെ പേര്? നിമിഷ പവിത്രൻ. കാവ്യാസ് ആ, നിങ്ങൾക്ക് സ്കാൻഡിനേവിയൻ മലയാളി. നിനക്കുണ്ട്? എന്താണ് ഗെയിമിംഗ്? ഓക്കെ. ചേച്ചിക്കുണ്ടോ? നിങ്ങൾക്കുണ്ടോ? ഇനി ആർക്കാ ഉള്ളേ? മലയാളി സഫാരി. ആ, യൂറോ ട്രാവലർ. ഓക്കെ. ഇനി ഏതാ? അതെന്താ? അല്ല, ഇൻസ്റ്റാഗ്രാം ഐ ഡി എന്താ? ഓക്കെ. ഇനി ആർക്കാ ഉള്ളേ? ആ, അത് ശരി. ഓ ശരി. ആ, നല്ല സമയത്താണ് വന്നത്. നൈസ് ടു മീറ്റ് യു. താങ്ക് യു സോ മച്ച്. നല്ല ഫുഡായിരുന്നു. താങ്ക് യു സോ മച്ച്. ആണല്ലേ? ആരാണ് അവിടെ ഹോസ്റ്റ് ചെയ്തത്? ആരാണ് ഹോസ്റ്റ് ചെയ്തത്? അല്ല, നിങ്ങളാണ് ഹോസ്റ്റ് ചെയ്തത്. ഓക്കെ, ഫൈൻ ഫൈൻ. അപ്പോൾ എന്തായാലും താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ആൻഡ് നൈസ് ടു മീറ്റ് യു എവ്രി വൺ. സന്തോഷം. മീറ്റപ്പ് എല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് റൂമിലേക്ക് പോവാണേ. ഇവിടെ ഭയങ്കര ഭംഗിയുള്ളൊരു സിറ്റിയാണ്. ഭയങ്കര ഒരു മോഡേൺ സിറ്റി പോലത്തെ ലുക്കുള്ള ഒരു കിഡിലെ ലുക്കുള്ളൊരു സിറ്റിയാണ്. അവിടെ നമുക്ക് ഒരു പള്ളിയൊക്കെ ഉണ്ടോ? പള്ളിയാണെന്ന് തോന്നുന്നത്. പള്ളിയാണ്. യെസ്, പള്ളിയാണ്. നല്ല കിഡിലൻ സെറ്റപ്പ്. അങ്ങനെ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് റൂമിലെത്തി. ഞാൻ കുളിച്ച് ഫ്രഷായി. തുണിയൊക്കെ അവിടെ എടുത്ത് ജാക്കറ്റൊക്കെ എടുത്ത് എന്താ പറയുക തൂക്കിയിട്ടിട്ടുണ്ട്. ഇന്ന് ആക്ച്വലി ഞാൻ ഭയങ്കര ടയേർഡായിരുന്നു. ടയേർഡെന്ന് പറഞ്ഞാൽ ഐ വാസ് വെരി ടയേർഡ്. ആ ട്രെയിനിൽ അത്രയും നേരം, എത്ര നേരം ആ ട്രെയിനിലിരുന്നു? ഓൾമോസ്റ്റ് ശരി രാവിലെ 6:30 കയറിയതാണ്. ഓൾമോസ്റ്റ് 12 മണിക്കൂറാണ് ആ ട്രെയിനിലിരുന്നത്. 5-6 മണിക്കൂർ ആ ട്രെയിൻ ലൈറ്റായിട്ട്. ഞാൻ സത്യം പറഞ്ഞ ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഞാൻ മടുത്തു പോയിരുന്നു. പക്ഷേ ഇവിടെ ഇറങ്ങി ഞാൻ അവിടെ പോയി. എന്നെ കാണാനായിട്ട് കുറേ ആളുകൾ വന്നു. അവരൊക്കെ അവരുടെ ജോലി സമയമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ദേ ഓൾ കെയിം ടു മീറ്റ് മീ. അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ സാധിച്ചു. കുറേ നേരം സംസാരിച്ചു. എനിക്കൊന്നൊരു 1-2 മണിക്കൂർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് 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 ഭയങ്കര ഹാപ്പിയായി. കൊച്ചു കുട്ടികൾ വരെ വന്നിട്ട് ലൈക്ക് അവർക്ക് ഋഷി എന്ത് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിനും ഐ ഫെൽ സോ ഹാപ്പി. അപ്പോൾ സന്തോഷമുണ്ട് വന്ന എല്ലാവരോടും. അതേപോലെ തന്നെ വരാൻ സാധിക്കാത്തവർ വിൽ മീറ്റ് നെക്സ്റ്റ് ടൈം. എന്താ പറയുക, നമ്മളിങ്ങനെ ഓരോ നാട്ടിൽ പോകുമ്പോഴത്തേക്കിനും അവിടുത്തെ ആളുകളെ കാണുമ്പോഴത്തേക്കിനും അത് ഭയങ്കര രസമുള്ള കാര്യമല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇനി നമ്മൾ ലണ്ടനിൽ ചെല്ലുമ്പോഴത്തേക്കിനും അവിടെ നമ്മളൊരു മീറ്റപ്പ് ചെയ്യുന്നുണ്ട്. പ്രോബ്ലി ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോഴത്തേക്കിനും ഞാൻ ലണ്ടനിൽ എത്തിയിട്ടുണ്ടാവാം. ഐ എം നോട്ട് ഷുവർ. യെസ്, മോസ്റ്റ്ലി എത്തിയിട്ടുണ്ടാവും. ലണ്ടനിൽ 2 വീക്കെൻഡായിട്ട് 1-2 മീറ്റപ്സും ഗാദറിങ്ങൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം അങ്ങനെ ഹാപ്പിയായി. അപ്പോൾ നമുക്ക് നാളെ എന്താ പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാളെ നമുക്ക് നോർവേക്ക് പോകണം. അത് എങ്ങനെ പോകണം എന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. എന്തായാലും രാത്രി ഇപ്പോൾ പെണ്ണ് നീക്കണം ഉറങ്ങട്ടെ. ബാക്കി നാളെ രാവിലെ തീരുമാനിക്കാം. സീ യു ഗൈസ്. ബൈ, ഗുഡ് നൈറ്റ്.